രാമൻ ഭരതൻ പല മന്ത്രം ചൊല്ലടി. സിനിമ പാട്ടല്ലേ? അയ്യോ അയ്യോ. ഓക്കെ, റോളിംഗ് തുടങ്ങാം. ഹായ്, ഞങ്ങളിപ്പോ ഒരു 6 മാസമായി പ്രേതത്തിനൊപ്പം ഈ വീട്ടില്. കൊച്ചിയിൽ പിന്നെ ഇപ്പൊ പ്രേതമില്ലാത്ത വീട് തന്നെ വളരെ കുറവാ. റെന്റൊക്കെ അതുകൊണ്ട് വളരെ കുറവാണ്. ജീവിതം അങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നു. വീട്ടിൽ വന്ന് കേറിയപ്പോ ഇവൾക്ക് കുറച്ച് പേടിയുണ്ടായിരുന്നു. ഇവള് ആദ്യമായിട്ട് പ്രേതത്തെ കണ്ടപ്പോ ഒന്ന് പേടിച്ചായിരുന്നു കുറച്ച്. അടിപൊളി വീട്, ലൈറ്റ് ഇട്ടോ. പിന്നെ പയ്യെ പയ്യെ അതങ്ങ് അഡ്ജസ്റ്റ് ആയി. ഫിറ്റ്നസ് പിന്നെ പ്രേതം എന്റെ ഫിറ്റ്നസിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ഇവിടെ വന്ന സമയത്ത് 55 കിലോ ഉണ്ടായിരുന്നു. പിന്നെ പ്രേതത്തിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇപ്പൊ 45 കിലോ ആയത്. എല്ലാം ഇങ്ങനെ എഴുതി വെച്ചിരിക്കുക. ചില സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് തോന്നും. രാത്രി മൂത്രമൊഴിക്കാനൊക്കെ പോകുമ്പോൾ ഇടയ്ക്ക് ക്ലോസറ്റിലൊക്കെ കയറി എന്തിനും ഇരിക്കുന്ന ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പുറത്താ മൂത്രമൊഴിക്കുന്നത്. ഇവളെവിടെയാണ് ഒഴിക്കുന്നത്? ഇവളവിടെ തന്നെ ഒഴിക്കും. പിന്നെ ചിലപ്പോൾ നമുക്ക് പൊങ്ങിപ്പറക്കാനേ പറ്റും. ഞാൻ ബെഡിൽ നിന്ന് പൊങ്ങിപ്പറക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട് ഇല്ലേ? കാണിച്ചു കൊടുക്ക്. എന്റെ ഫോണിൽ ചില സമയത്തൊക്കെ പ്രേതം ഇവളുടെ ശരീരത്തിൽ കയറും. അത് പ്രേതം ഇവളുടെ ശരീരത്തിൽ കയറുന്നതാണോ അതോ ഇവള് പ്രേതത്തിന്റെ ശരീരത്തിൽ കയറുന്നതാണോ അതോ ഇവൾക്ക് പീരിയഡ്സ് ആവുന്നതാണോ? മൊത്തത്തിൽ ഡൗട്ട് തോന്നും ആ സമയത്തൊക്കെ. പീരിയഡ്സ് ആവുന്നതായിരിക്കും. ഗ്യാസ് ഓഫ് ചെയ്തില്ലായിരുന്നു. അതാ ഓർമ്മിപ്പിക്കും. ഇങ്ങനെ ഭയങ്കര ഉപകാരിയാ. ഉപകാരമുണ്ട്. എല്ലാം പറയുമ്പോ എല്ലാം പറയണല്ലോ. ഉപകാരിയാ. പിന്നെന്ന് പറയുകയാണെങ്കിൽ നല്ലൊരു ലിസണറാണ് ഇവനില്ലേ. ഇവൻ ഞാൻ പറഞ്ഞ ഒന്നും കേൾക്കില്ല, എന്റെ കൂടെ ഇരിക്കില്ല, എനിക്ക് ടൈം തരില്ല. പക്ഷെ പ്രേതം അങ്ങനെയല്ല. എന്നൊരു ഷോപ്പിങ്ങിന് കൊണ്ടുപോകുമ്പോ കേട്ടേ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിൽ എന്നെ പാർക്കും വേണ്ട, സ്നേഹമില്ല, എന്തെങ്ങനെ എല്ലാ പിള്ളേരും ഇങ്ങനെയാണോ പറഞ്ഞ എല്ലാം കേൾക്കും, എന്നെ ആശ്വസിപ്പിക്കും. ഇതുപോലൊരു സോൾമേറ്റ്. മതി. റൂമൊക്കെ വൃത്തിയാക്കി ഇടും. ഇവള് ചെയ്യൂല. പ്രേതം ആഹാ, ക്യൂട്ട് പ്രേതമാണല്ലോ. അപ്പൊ ആണാണോ പെണ്ണാണോ? ആൺപ്രേതമാണോ? ഒരു കുട്ടിയുടെ പ്രേതാന്ന് തോന്നുന്നു. ഈ കളിപ്പാട്ടൊക്കെ വെച്ച് കളിക്കുന്നതാണോ? അല്ലേ, കുഞ്ഞിന്റെ പ്രേതം. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ തോന്നണേ. പിന്നെ സ്നേഹത്തിന്റെ കുറവ് തോന്നുമ്പോ നമ്മളുടെ ഇടയിൽ കയറി കിടന്ന് സ്നേഹം പിടിച്ചു പറ്റുക, അങ്ങനെ ഒരു കുഞ്ഞു മനസ്സുള്ള പ്രേതം, കുഞ്ഞിന്റെ പ്രേതം അത്. അതെ. ആൺപ്രേതമാണോ? അപ്പോൾ ഈ ജീവിത കാര്യങ്ങളിലൊക്കെ ഇൻവോൾവ് ആവാറുണ്ടോ? നന്നായി ഇടപെടാറുണ്ട്. വഴക്കൊക്കെ ഇടുമ്പോ അതിലൊക്കെ കയറി ഇടപെടും, സോൾവ് ആക്കി തരുമോ പ്രശ്നം. അതെ. ഞങ്ങൾ അടി ഉണ്ടാക്കുമ്പോ ചിലപ്പോ എന്റെ കൂടെ നിൽക്കും. ചിലപ്പോ ഇവളുടെ കൂടെ നിൽക്കും.
കൂടുതൽ ഇവളുടെ കൂടെ നിൽക്കുന്നത്. പിന്നെ രാത്രി ആകുമ്പോൾ എന്റർടൈൻമെന്റ് ആണ്, പാട്ട്, ഡാൻസ്. ഞങ്ങളിപ്പോൾ അതുകൊണ്ട് യൂട്യൂബ് ഒന്നും ഇല്ല, സ്പോട്ടിഫൈ പ്രീമിയം ഒക്കെ ക്യാൻസൽ ചെയ്തു. രാത്രി ഫുൾ പാട്ടാണ്. മൗലിമണി തിങ്കളാസ്യ ചാരുശീലേ നാഗവല്ലി മനോന്മണി. പക്ഷേ ഈ ഫ്രണ്ട്സ് ഒന്നും വരുന്നത് അത്ര ഇഷ്ടമില്ലാത്ത ഒരു പരിപാടിയാന്ന് തോന്നുന്നു അല്ലേ? അതൊന്നും ആൾക്ക് താല്പര്യമില്ല വലിയ. പുറത്തുനിന്ന് വരുന്നത് അത്ര നമ്മുടെ അടുത്ത് ഓക്കെ, നമ്മളൊരു ഫാമിലി പോലെ. പക്ഷെ പുറത്തുനിന്ന് ആരും കയറുന്നു ഇഷ്ടപ്പെടില്ല. രാത്രിയായി, ഉറങ്ങായിരുന്നു. എന്നാ രാത്രി 11 മുക്കാലല്ലേ ഉള്ളൂ. 2 ബിയർ 4 മേടിക്കണ്ടേ? താൻ എന്തുവാണ് ഇത്? പിന്നെ പറ, എന്നാ ഉണ്ട്? ഓ, അപ്പൊ ഞങ്ങളുടെ ഒന്നും ഇഷ്ടപ്പെട്ട് കാണില്ലല്ലോ. ആ